ഇപ്പോൾ RJD നേതാവ് MV ശ്രേയാംസ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശ്രേയാംസ് കുമാർ, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് വയനാട്ടിലെ ലോക്സഭാ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പേര് മാറ്റും. സുൽത്താൻ ബത്തേരിയുടേത് ഗണപതി വട്ടം എന്നാക്കും. അതായിരുന്നു പഴയ പേര് എന്നാണ് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അതൊക്കെ സാധ്യമാണോ എന്നത് സാങ്കേതികമായ വശം. പക്ഷേ ഇതൊരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ലഭിക്കുക എന്നതല്ല ലക്ഷ്യം എന്ന് രാഷ്ട്രീയ എതിരാളികൾ നിരീക്ഷിക്കുന്നുണ്ട്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ആ പ്രസ്താവന കേട്ടിട്ടില്ല. പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. സുരേന്ദ്രൻ എന്തും പറയാം, കാരണം അദ്ദേഹം ജയിക്കുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അതൊരു ആ ഒരു പ്രോമിസ് തന്നെ ഒരു വാലിഡിറ്റി ഇല്ലാത്ത സംഗതിയാണ്. ഉത്തരേന്ത്യയിൽ പല ജില്ലകളുടെയും റോഡുകളുടെ എല്ലാം തന്നെ പേരുകൾ മാറ്റുന്നുണ്ട്. ഇതിൽ ഇലക്ഷൻ സമയത്ത് മതസ്പർദ്ധ സൃഷ്ടിക്കാനും പിന്നെ ജനങ്ങളെ തമ്മിൽ മാനസികമായി അകറ്റാനുള്ള BJPയുടെ തന്ത്രം കേരളത്തിലും പയറ്റി നോക്കുകയാണ്. അതിവിടെ നടക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുരേന്ദ്രൻ ഇങ്ങനെ എന്തും പറയാം. ഞാൻ പറഞ്ഞ പോലെ ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് എന്ത് വാഗ്ദാനം കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ വയനാട്ടുകാരനാണ്. ഞങ്ങളും എത്രയോ നൂറുകണക്കിന് വർഷങ്ങളായി ബത്തേരി എന്ന് അറിയപ്പെടുന്നു, സുൽത്താൻ ബത്തേരി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഗണപതി വട്ടം എന്നല്ല അറിയപ്പെടുന്ന സ്ഥലത്തിന്. അപ്പൊ ഈ തരത്തിൽ ഇലക്ഷൻ സമയത്ത് ഈ തരത്തിലുള്ള എന്തെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് ജനങ്ങളുടെ മനസ്സുകളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള BJP എന്നും നടത്തുന്നു. 2014 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പും നടത്തി വരുന്ന അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള സംഗതിയാണത്. ഇതൊന്നും വയനാടൻ ജനത ഒരിക്കലും അംഗീകരിക്കില്ല. വളരെയധികം നന്ദി ശ്രീ ശ്രേയാംസ് കുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.